ലേബർ കോഡ് നടപ്പാക്കുന്നതും മിനിമം കൂലി ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാനാണെന്ന് LDF കൺവീനറും CITU സംസ്ഥാന പ്രസിഡന്റുമായ TP രാമകൃഷ്ണൻ. CPM സംസ്ഥാന സമ്മേളനത്തിനോട് മുന്നോടിയായി CITU ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിലുള്ള 29 തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കി പകരം ലേബർ കോഡ് വന്നാൽ സമര പോരാട്ടങ്ങളിലൂടെ തൊഴിലാളി വർഗം നേടിയെടുത്ത അവകാശങ്ങൾ പലതും അട്ടിമറിക്കപ്പെടും. അതിലൊന്ന് മിനിമം കൂലിയാണ്. മറ്റൊന്ന് 8 മണിക്കൂർ ജോലിയെന്ന അനേകായിരം തൊഴിലാളികളുടെ ജീവൻ കൊടുത്ത് നേടിയ അവകാശവും. അത് 12 മണിക്കൂറാകും. കർണാടകയിലും തെലങ്കാനയിലും ഇത് നടപ്പാക്കി. രണ്ടും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. ഈ നിയമം പാർലമെന്റിൽ പാസ്സാകുമ്പോൾ അനുകൂല നിലപാടാണ് കോൺഗ്രസ് MPമാർ സ്വീകരിച്ചത്. എന്നാൽ തൊഴിലാളികളും സാധാരണക്കാരും അനുഭവിക്കുന്ന ഏതെങ്കിലും ആനുകൂല്യം ഇല്ലാതാകുന്ന ഒരു നിയമവും കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. കേരളത്തോട് ഇങ്ങനെ വിരോധപരമായ നിലപാടെടുക്കുന്നതിന്, കേരളത്തോട് ഇങ്ങനെ പ്രതികാരം ചെയ്യുന്നതിന് നമ്മുടെ ഇടയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളില്ലേ, ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നവർ, തൊഴിലുറപ്പ് പദ്ധതിയിൽ 1 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർ, NHMൽ ജോലി ചെയ്യുന്നവർ, മാലിന്യ സംസ്കരണ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഞാൻ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലെയും ഗണ്യമായ വിഭാഗം ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. ആ ജോലി എല്ലാ കേന്ദ്ര സ്കീമിന്റെ ഭാഗമായിട്ടാണ്. എന്ത് നിയമമാണ് അവർക്കുള്ളത്? CITU പുല്ലൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സുധീർലാൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് B തുളസീധരക്കുറുപ്പ്, സെക്രട്ടറി S ജയമോഹൻ, ജോർജ് മാത്യു, MA രാജഗോപാൽ, P സജി, S ബിജു, ഹണി ബാലചന്ദ്രൻ, AR ബിജു തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, കൊല്ലം.